ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്നാപക യോഹന്നാൻ പറയുന്ന മനോഹരമായ വാക്കാണ്. ഈശോയുടെ വളർച്ചയില് സന്തോഷിക്കുന്ന സ്നാപക യോഹന്നാനെ നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നത് ഇത് തന്നെയല്ലേ? അവന്റെ വളർച്ചയിൽ സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. മറ്റൊരുവന് ഒരു നേട്ടമുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എങ്ങനെയും അവനെ തകർക്കണം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്തുകൊണ്ടാ അവന്റെ സന്തോഷത്തില് നമുക്ക് അവന്റെ കൂടെ നിൽക്കുവാനായിട്ട് സാധിക്കാതെ? കാരണം എൻ്റെ ഉള്ളില് എനിക്ക് അവനോട് വിദ്വേഷമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നന്മയുണ്ടാകുമ്പോൾ, ഉയർച്ചയുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും അസൂയപ്പെടത്തില്ല. അവന്റെ നന്മയില്, അവന്റെ ഉയർച്ചയില് അവന്റെ ഒപ്പം നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് മറ്റൊരുവൻ വളരുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് അവരെ ഇഷ്ടമില്ല എന്നുള്ളതാ. എന്റെ ജീവിതത്തില് ഞാൻ അവരെ സ്നേഹിച്ചാല് എനിക്ക് അവന്റെ വളർച്ചയില് സന്തോഷിക്കാനായിട്ട് പറ്റും. സ്നാപക യോഹന്നാന് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെ? അവൻ വളരണം, ഞാൻ കുറഞ്ഞാലും ഒരു പ്രയാസവും ഇല്ല എന്ന് സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി സ്നാപക യോഹന്നാൻ പറയുക. നമ്മുടെ ജീവിതത്തില് ഈ സ്നാപക യോഹന്നാനെ പോലെ പറയാനായിട്ട് പറ്റണം. ഈശോയ്ക്ക് വഴിയൊരുക്കാനായിട്ട് വന്ന സ്നാപക യോഹന്നാൻ അവന്റെ ജീവിതത്തില് അവന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിച്ചു, വഴിയൊരുക്കി കടന്നുപോയി. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതും ഇത് തന്നെയാ. നമ്മളും ഈശോയ്ക്ക് വഴിയൊരുക്കുക, മറ്റുള്ളവരെ ഈശോയുടെ സന്നിധിയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാ ഓരോ ഉത്തരവാദിത്വവും സന്തോഷത്തോട് നിർവഹിക്കണം. മറ്റൊരുവൻ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ, മറ്റൊരുവന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ ഒരിക്കലും അസൂയ ഉണ്ടാവരുത് കേട്ടോ. അസൂയ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഒന്ന് ഓർത്തോണം, നമ്മുടെ പരാജയം അവിടെ തുടങ്ങും എന്നുള്ളത്. അസൂയ ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും പിന്നീട് സന്തോഷിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നിരാശപ്പെട്ട് വേദനിച്ച് നീറിക്കഴിയുന്ന വ്യക്തികളായിട്ട് മാറും. എപ്പോഴും എന്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ്? അവനെ എങ്ങനെ തകർക്കണം എന്നുള്ളതാവും. അത് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിയാൻ പറ്റണം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് മറ്റൊരുവൻ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ, മറ്റൊരുവന്റെ ജീവിതത്തില് സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോൾ, ഉയർച്ചയുണ്ടാകുമ്പോൾ ഒരിക്കലും അസൂയപ്പെടാതിരിക്കുവാനായിട്ട് സ്നാപക യോഹന്നാനെ പോലെ സന്തോഷത്തോടെ അവന്റെ വളർച്ചയില് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട്, ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട്, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.